ജെന്റിൽമാൻ പൊളിറ്റിക്സ് എന്നൊരു വിധമുണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ് ഉണ്ട്. കട്ടിമീശയായി ഈരി വെച്ച മുടിയുമായിട്ട് സുന്ദരനായ അലക്കി തേച്ച ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടിട്ട് വളരെ നീറ്റായ ഒരു മനുഷ്യൻ. സംസാരത്തിലും ആ ഒരു നീറ്റ്നെസ് ഉണ്ട്, ഉപയോഗിക്കുന്ന വാക്കുകളിൽ പ്രതിപക്ഷ ബഹുമാനമുണ്ട്. കുറച്ചധികം മര്യാദ കൂടിപ്പോയോ? എനിക്ക് കട്ടി അത്ര മീശയുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയ കുടുംബം ആണ്, ഒരു തറവാടാണ്. അപ്പോൾ പ്രത്യേകിച്ച് വാച്ച് ചെയ്തും കണ്ടിട്ടുള്ളതും അച്ചാച്ചനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അസംബ്ലിക്കകത്ത് രൂക്ഷമായ വളരെ പവർഫുള്ളുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവിടെ നിലപാടെടുത്തുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കും. അവിടെ എപ്പോഴും ഒരു ലൈനുണ്ട്. നമ്മുടെ ആൾക്കാരോട് സംസാരിക്കും, ഇടപെടലുകൾ സംസാരിക്കും. കേട്ട് നോക്കും, ഇത്രയും 55 വർഷമായിട്ട് എവിടെയെങ്കിലും ആ ലൈൻ വിട്ട് ആരെയെങ്കിലും പേഴ്സണലായിട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്ത് അത്രയും വലിയ രാഷ്ട്രീയ ശത്രുവായിരിക്കാം, ഏറ്റവും നമ്മളെപ്പറ്റി മോശം പറഞ്ഞു. എന്തിനാണ് എൻ്റെ ചാച്ചനെ പറ്റി പറഞ്ഞതും മക്കളെ പറ്റി പറഞ്ഞതും എന്നെപ്പറ്റി പറഞ്ഞതും അതൊക്കെ ഒത്തിരി ഇൻസിഡൻസുകളുണ്ട് പല സ്ഥലത്തും ഒക്കെ ഇൻസിഡൻറ്റ്. പക്ഷേ അന്നേരം ഞാൻ ഓർക്കും, രണ്ടെണ്ണം അങ്ങോട്ട് തിരിച്ചു പറയേണ്ടതല്ല, ഇങ്ങനെയാണോ എന്ന് ചിലപ്പം ഞാൻ ചാച്ചൻ ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയി പറയണ്ടേന്ന്. പക്ഷെ അവിടെയൊക്കെ ആ കൺട്രോൾ ചെയ്ത് കൃത്യമായ ഒരു ജെന്റിൽമാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നത്തിങ് റോങ്, ഒരു ജെന്റിൽമാൻ ആകുന്നതിനൊന്നും കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ടെടുത്ത് എന്ത് തോന്നിവാസവും പറയാം, എന്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിലപ്പോൾ സമൂഹം പോകുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ, എൻ്റെ ശത്രുവാണെന്ന് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല. ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റൊരു വിഷമം ഉണ്ടാവും, ഞാൻ സംശയമൊന്നുമില്ല. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല, അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് പറയുന്നത്, കുടുംബത്തിനെ പറ്റി പറയുന്നത്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും, അവനും അതുപോലെ ഒരില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, എത്രമാത്രം എൻ്റെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരാളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല. അതൊക്കെ ഞാൻ പഠിച്ചത് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന്. ഏത് ശത്രുക്കളൊക്കെ ഈ അപ്പുറത്തെ ടൗണിൽ ഇരുന്ന് പബ്ലിക് മീറ്റിൽ തെരുവരച്ചിട്ട് അന്നേരം ഇങ്ങോട്ട് കയറി സഹായം അച്ചാച്ചനറിയാം, പോട്ടെ ചെയ്യാം. അങ്ങനെയല്ലേ നമുക്ക് അവനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയൂ, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. എല്ലാവർക്കും ഓരോരുത്തർക്കും ആ ഹൃദയം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് ഈസി അല്ല. അപ്പോൾ അതാണ് നമ്മൾ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നേരെ ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. ഇപ്പം താങ്കൾ കാണുന്ന ഇപ്പം ഞാനുമായിട്ട് നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ തന്നെ പുറത്ത് കാണുന്നതും അകത്ത് കാണുന്നതും സെയിം ആണോ എന്നുള്ളത്. ഈ സോഫ്റ്റ് സൈഡ് എന്താ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടേണ്ടത്? ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം വരികയോ അല്ലെങ്കിൽ അതിൽ ഒരു പ്രചരണം നടത്തുകയോ അതെന്തെങ്കിലും ഒരു ബെനിഫിറ്റായിട്ട് എടുക്കാം. ഇത് ജെനുവൻലി എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഹാർട്ടിൽ നിന്നും വരുന്ന, എന്നോട് എൻ്റെ പ്രവർത്തകർ പറയുന്നുണ്ട്, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, അവൻ ഭയങ്കര തെമ്മാടിയാണ്, അവൻ ആ കുറ്റം ചെയ്തു, അവൻ ഒരു ക്രിമിനലാണ്, ഇപ്പോൾ വിളിച്ച് പോലീസിൽ പറയണം. ഞാൻ പറഞ്ഞത് നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ സ്വാധീനം അവിടെ കാണും, പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം, ചില കുറ്റങ്ങൾ ചെയ്തതായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു അമിക്കബിൾ തീർക്കാനുള്ളതുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അനാവശ്യമായി ഇടപെടുന്ന ഒരു കാര്യത്തിൽ എനിക്കില്ല. അത് ജെനുവനായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന. അതുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് പൊളിറ്റിക്കലായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്ന ആളാണ്. കാരണം അതൊന്നും ശാശ്വതമല്ല, അത് ഇച്ചിരി കഴിയുമ്പോൾ മാറിയും തിരിഞ്ഞും പറഞ്ഞും ഒക്കെ പോകും. ജോസ് കെ മാണി രാത്രി ഉറങ്ങുമ്പോൾ മദ്യം കഴിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് രാത്രി വിളിച്ചാലും ജോസ് കെ മാണി ഫോൺ എടുക്കുമെന്നൊരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് ഫോണുകൾ എടുത്തിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് അധികം അറിയില്ല. അതായത് മദ്യം കഴിക്കില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇത്
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എത്തിക്കാത്ത സോഷ്യൽ മീഡിയയിൽ? അതെന്താ ശ്രദ്ധിക്കാത്ത? അതല്ല, ഞാനതാ പറഞ്ഞത്. ഈ വളരെ വ്യക്തമായ ഡെലിബറേറ്റ് ആയിട്ടുള്ള അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്തിക്കുന്നുണ്ട്. നാച്ചുറൽ ആൾക്കാർ വരുമ്പോൾ, കാണുമ്പോൾ, ഇടപെടുമ്പോൾ, ആരെങ്കിലും ഇടപെട്ടിട്ട് ജോസ് കെ മാണി മോശമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ അപ്പുറത്ത് നിൽക്കുന്നയാളും ചിലപ്പം സ്വീകരിച്ചില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെടുത്ത് പരിശോധിക്കുക, ആരെങ്കിലും ഇടപെട്ടയാൾ ഇങ്ങനെ ജോസ് കെ മാണി ഇങ്ങനെ ഒരാളോ അല്ലെങ്കിൽ സുവിനെ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതൊക്കെ ഒരു എന്താണ്, ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആൾക്കാരെ, ഒരു വോട്ടർമാരെ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ആ 0.001% നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ? ഏത് രാഷ്ട്രീയക്കാരനോ മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ അത്രയും പൊതുജനങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റീച്ച് വരുന്നതും അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പെട്ടെന്ന് ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ, അത് ഈ പ്രൊഫഷനിൽ മാത്രമല്ല, ചില സിനിമാ പ്രൊഫഷനിൽ കാണും, ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനിൽ കാണും, ഇല്ലായ്മ ചെയ്യാൻ, പേഴ്സണൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വ്യക്തമായി പണം കൊടുത്ത് കുറച്ചുപേരെ ഇരുത്തി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ നുണ പറഞ്ഞു വരുമ്പോൾ കുറച്ച് അത് സത്യമാണെന്ന് ജനങ്ങൾ ചിലപ്പോൾ തോന്നും. അത് അങ്ങനെ മാറി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ അത് നമ്മളെപ്പറ്റി മാത്രമല്ല, കുടുംബത്തിനെ പറ്റി, മക്കളെപ്പറ്റി ഒക്കെ അതൊക്കെ വളരെ ഒരു മോശമായ ഒരു ഇതാണ്. അത് ചിലവർക്കത് വലിയൊരു ത്രില്ലായിട്ട് കാണും. അവനെ ഞാനൊന്ന് സൂപ്പാക്കി എന്നുള്ള രീതിയിൽ. അതിലൊക്കെ ഒരു മാറ്റം വേണം. ഏർക്കാടിലെ കുട്ടിക്കാലം, സ്കൂൾ കാലഘട്ടം അതെങ്ങനെയായിരുന്നു? ഏർക്കാടിലെ കുട്ടിക്കാലം ഇവിടുന്ന് സ്കൂളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഒക്കെ പോകുമ്പോൾ വലിയ പ്രയാസമാണ്, ഇവിടുന്ന് വിട്ടുപോകാനുള്ള പ്രയാസം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻസ്ലം അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഇവിടെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ആയിരുന്നു ആദ്യമേ ചെന്നപ്പോൾ പ്രൊവിൻഷ്യലും ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പേ ചെന്നു. അന്നേരം കുട്ടികളൊന്നും അവിടെ ഇല്ല. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ വരാൻ തുടങ്ങണം. അപ്പോൾ തന്നെ ഹോം സിക്കായി, വിഷമമായി. പക്ഷേ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം സുഹൃത്ത് ബന്ധുക്കളും വന്നു. പക്ഷെ നല്ലൊരു ഹോസ്റ്റൽ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ, എല്ലാവരും ഹോസ്റ്റലിലാണ്. അപ്പം അവിടെ നിന്ന് പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ, അത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, കളികളും മറ്റതും എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരു ഹോസ്റ്റൽ. ബ്രൈറ്റ് സ്റ്റുഡന്റ്, ആവറേജ് സ്റ്റുഡന്റ്, ബാക്ക് ബെഞ്ചർ, എന്തായിരുന്നു ജോസ് കെ മാണി? ബാക്ക് ബെഞ്ചും അല്ല, ഫ്രണ്ട് ബെഞ്ചും അല്ല. പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറയില്ല. പക്ഷെ നമുക്കിപ്പം ഏതെക്കാലം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ആണല്ലോ നമ്മുടെ ഡിഗ്രി നോക്കുന്നത്. അതിലെല്ലാം ഡിസ്റ്റിങ്ഷനോടുകൂടി അന്നത്തെ കാലത്ത് നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. ഈ തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രം കൂടെ പഠിച്ച ആളല്ലേ ഏർക്കാട്? അതെ. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം, ഒരു അലുമിനിയം മീറ്റിനൊക്കെ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. വൺസ് ഇൻ ഒരു 6 മാസം തോറും അല്ലെങ്കിൽ വർഷത്തിൽ നിന്ന് കൂടാറുണ്ട്. ഇപ്പോഴും ക്ലാസ്മേറ്റ്സ് ആണ്, കോളേജിലുണ്ടായിരുന്നു. അതെല്ലാം ഒരു ആക്ടർ എന്നതിനപ്പുറം ഞങ്ങളൊരു സുഹൃത്ത് ബന്ധംഗമാണല്ലോ അതിനകത്ത് വരുന്നത്. അതിനകത്ത് ആ രീതിയിൽ ഇവരും എല്ലാവരും അങ്ങനെ ഇവിടെ തമിഴ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സുണ്ട്, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇവരൊക്കെ. പക്ഷെ ഞങ്ങൾ കൂടുമ്പോൾ എല്ലാം ഒരേ രീതിയിലല്ല. ഇപ്പം ഞാനൊരു MP ആയിട്ട് ഒരിക്കലും അവരെന്നെ കാണാറുമില്ല, പൊളിറ്റീഷ്യനായിട്ടും കാണാറില്ല, ഞാനൊരു ആക്ടറായിട്ടും കാണാറില്ല അവിടെ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ക്രൗഡ് പുള്ളും ഒക്കെ കാണും. പക്ഷെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കും. ഇതിനകത്ത് യുവാക്കളുമായിട്ട് ചേർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ യുവത്വത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിക്കിപീഡിയ പ്രകാരം ജോസ് കെ മാണിക്ക് 60 വയസ്സാണ്. യുവത്വം എത്രമാത്രം ഫോർ എവർ ആണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, പ്രായം ആലോചിക്കുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറുമില്ല. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുള്ളൂ ഞാൻ ബർത്ത്ഡേക്ക് വല്ലവരും നിർബന്ധിച്ച് വല്ലയിടത്തും കൊണ്ട് വെച്ചാൽ ഇങ്ങനെയാണ്. ഞാൻ കേക്ക് കട്ട് ചെയ്യാറുമില്ല. കാരണം ദാറ്റ് ഗോസ്, അതൊക്കെ ഒരു നമ്പറല്ലേ. എങ്ങനെ പോയി ദിവസം എത്ര സമയം അലോട്ട് ചെയ്യുന്നുണ്ട് വ്യായാമത്തിന്? ഈ ശീർഷാസനത്തിൽ ഫോട്ടോയൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ട്. ഞാനൊരു സാഹസികനാണുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൈലാണെങ്കിലും എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ യോഗയാണ്. യോഗ പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലും ഇപ്പം ശ്രീ രവിശങ്കറിൻ്റെ ക്ലാസ്സുകൾ, ആർട്ട് ഓഫ് ലിവിങ്ങിന് പോയിട്ടുണ്ട്, യോഗയുടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിച്ച് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ഈ പറഞ്ഞ ബില്ലിയാർഡ്സ്, ഏത് കളിയും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കില്ല, പക്ഷെ ഞാൻ കളിക്കും. ഇപ്പോൾ മനസ്സിലായി. ഈവൻ
ഈ പറഞ്ഞ ചീട്ടുകളിയും ക്യാരംസ് ഉൾപ്പെടെ, ചീട്ടുകളിയും ഞാൻ എക്സ്പേർട്ടാണ്. അപ്പോൾ ഏത് കളിയും ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള 28 ഉൾപ്പെടെയുള്ള റമ്മി ഉൾപ്പെടെയുള്ളത് ഒരാൾ ചോദിച്ചിട്ട് എനിക്കുള്ളൊരു ഇതാണെന്ന് ചോദിച്ചാൽ ഒരു പിള്ളേരിരുന്ന് അല്ലെങ്കിൽ ആൾക്കാരിരുന്ന് കളിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ പാടില്ല, ഞാൻ കളിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞ മനസ്സിലായത്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഇതുണ്ട്. മൗണ്ടനറിങ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കരാട്ടെ പഠിക്കാൻ പോയി, പക്ഷെ അത്രയും വലിയ ഇതായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് വിദേശത്ത് പോയപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. എല്ലാം അന്ന് ഇപ്പം നമുക്കറിയാം ഏജിങ്ങിനെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരും. പക്ഷേ എങ്കിലും ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കളിയും കളിക്കും, മഴയത്തുള്ള കളിയും കഴിക്കും. ഇപ്പം മഴയാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ബേസ്ബോളോ എന്തെങ്കിലും ഏതെങ്കിലും ഫുട്ബോളോ ഒക്കെ കളിക്കാൻ പറ്റുന്ന കളികളൊക്കെ തന്നെ. ഇതെല്ലാം കളിക്കും, ഏത് കളിയും കളിക്കും. ഇപ്പം എങ്ങനെയാ ഒരു ദിവസം എക്സസൈസിന് വേണ്ടി? ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ശ്വാസം വിടാൻ നേരമില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ് യോഗ എന്നൊക്കെ കുറച്ച് ശ്വാസം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പല സമയത്തും രാവിലെ വരും. അപ്പം കുറച്ച് പേരെ കാണും, പിന്നെ അകത്തേക്ക് കയറും, പിന്നെ കുറച്ച് പേര് കാണും, പിന്നെ ചിലപ്പോൾ കുളിക്കാൻ പോകണം, പത്രം വായിക്കാൻ പോകണം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊരു വിഷയമുണ്ട്, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അത് വളരെ ഒരു പ്രയാസം. കാരണം ജനങ്ങൾ വരുമ്പോൾ, ആൾക്കാർ വരുമ്പം പ്രയോറിറ്റി അവർക്ക് കൊടുക്കണമല്ലോ. സ്വാഭാവികമായിട്ടും വരുന്ന ബുദ്ധിമുട്ട് വരുന്നതൊക്കെ വരുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അകത്ത് കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരാൾ നമ്മൾ യോഗ ചെയ്യാനാണ്, അല്ലെങ്കിൽ വേറെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴായിരിക്കും ഒരാൾ വരുമ്പോൾ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആകാനായിട്ട് വലിയൊരു അതിനകത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നതിലൊരു സങ്കടമുണ്ട്. MBA കഴിഞ്ഞിട്ടുള്ള ജോലി സമയം അതെങ്ങനെയായിരുന്നു? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 കമ്പനികൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ MBA കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ജോലിക്ക് പോകണം, ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ളതാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകണം, അതിനകത്ത് സേവിങ് ഉണ്ടാകണം, സ്വന്തമായി കുറേ ഷെയറൊക്കെ മേടിക്കണം, ട്രേഡിങ് നടത്തണം. ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ ജോലി കിട്ടി. കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു, കുറച്ച് നാൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നു, കുറച്ച് നാൾ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു, ഞാനിവിടെ വന്നു. അപ്പം ആദ്യമേ MBA കഴിഞ്ഞ് ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനിയിലായിരുന്നു. അപ്പം കമ്പനി കഴിഞ്ഞപ്പം ഞാൻ ആദ്യമേ കൊമേഴ്ഷ്യൽ മേഖലയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊമേഴ്ഷ്യൽ മേഖലയിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു, ഈ ബില്ലിങ് മറ്റേത് മറിച്ചതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ മെയിൻ ആൾ എന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, നിങ്ങൾ മാർക്കറ്റിങ്ങിലേക്ക് പോയി. ഞാൻ മാർക്കറ്റിംഗാണ് ഈ MBAക്ക് എടുത്തത്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം, ഈ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കഴിയുമ്പോൾ ഞാൻ മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് പോയി. അപ്പം വലിയ പ്രൊഫഷണൽ പ്രോഡക്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർത്തു, ഇനിയിപ്പം സാധാരണ രീതിയിൽ ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥാപനങ്ങളിൽ പോകണം, അത് ഓർഡർ. ഇപ്പം നമ്മൾ എന്താണേലും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വിൽക്കുകയാണല്ലോ പ്രധാനമായി, നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ആ പ്രൊഫഷണൽ പ്രോഡക്റ്റ്സ് അന്നത്തെ കാലത്ത് ഓരോ പ്രോഡക്റ്റിനൊക്കെ 3-4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ 10-30 വർഷക്കാലം മുമ്പാണ്. അപ്പം അതൊരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് മിക്കവാറും കമ്പനിയുടെ MDO അല്ലെങ്കിൽ CEO ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ കാണാൻ പോകണം. അവൾ എന്താ ചെയ്തതെന്നറിയാമോ? ആദ്യമേ ഈ കമ്പനിക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ പ്രോഡക്റ്റ് പോയില്ല, കുറേ സഞ്ചി മേടിച്ച് തന്നു, ബാഗ്, സ്കൂൾ ബാഗ്. ഈ സ്കൂൾ ബാഗ് പോയി വീട്ടുകളിൽ പോയി വിൽക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞത് ബാംഗ്ലൂരിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോ കോളനിയിൽ പോകും. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ദൈവമേ, എനിക്ക് സ്കൂൾ ബാഗ് MBA കഴിഞ്ഞ് സ്കൂൾ ബാഗ് തന്നെ വിൽക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ സങ്കടം എന്താണെന്ന്. അപ്പം പിന്നെ ഞാൻ ചോദിച്ചാൽ, ആദ്യമേ നമുക്ക് ഒത്തിരി ഹേർഡിൽസ് ഉണ്ട്. സ്കൂൾ ബാഗ് വിൽക്കാൻ എന്താ കുറേ 2 ബാഗ് വെച്ചിട്ട് ഓർഡർ മേടിക്കാന്നുള്ളത്. ഇത് വിൽക്കാനൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തടസ്സമുണ്ടോ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്റ്റായിട്ട് പോകാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം ഞാൻ ഏക്കാലും അന്നൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, അതും വെച്ചുകൊണ്ട് ഓരോ കോളനിയിൽ പോകും. കോളനിയിൽ പോയിട്ട് പക്ഷേ ആദ്യമേ സ്കൂൾ ബാഗ് വെക്കുമ്പോൾ വീട്ടിൽ കയറണം. വീട്ടിൽ കയറുമ്പോൾ എങ്ങനെ കയറും? വീട്ടിൽ സാധാരണ ഒരു 9:30 കഴിഞ്ഞിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. 9:30 കയറുമ്പോൾ ഗേറ്റ് അടച്ചായിരിക്കും. ഗേറ്റ് തുറക്കുമ്പോൾ പട്ടി ഉണ്ടോ എന്ന് നോക്കണം.
പട്ടിയുണ്ടോ നോക്കുമ്പോൾ ഒരു ബെല്ലടിക്കുക. ബെല്ലടിച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും വരുന്നത്, ചിലപ്പോൾ അവിടുത്തെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ അപ്പനായിരിക്കും, മിക്കവാറും അവരൊക്കെ ജോലിയിലായിരിക്കും. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ചിലപ്പോൾ അവിടുത്തെ സേവൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികളുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ സ്കൂൾ ബാഗായിട്ട് വന്നിട്ട് വല്ല കാര്യം, ചിലപ്പോൾ കോളേജിലായിരിക്കും, ചിലപ്പോൾ കുട്ടികളില്ലായിരിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് എന്തെങ്കിലും അവിടെ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഫോട്ടോ ഉണ്ടോ അല്ലെങ്കിൽ ചില സൈക്കിളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ 2-3 മാസം അതിനെ പോയെങ്കിൽ. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ആക്ച്വലി അതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ വലിയൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആയി. ഈ സ്കൂൾ ബാഗ് വിൽക്കാൻ നടക്കുന്ന ജോസ് കെ മാണി, അത് നല്ല രസമുള്ളൊരു ഇമേജ് ആണല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ഇതുപോലെ ഒരു പുള്ളി എന്നോട് പറഞ്ഞു എനിക്കും ഇത് തന്നു. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. വേറെ ഒരുത്തനോട് കൊടുത്തല്ലോ എന്ന് ഓർത്തുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയത്. കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നു. അപ്പം EPAPX എന്ന് പറയും. EPAP എന്ന് ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഇതാണ്. പണ്ട് ഓർക്കുന്നുണ്ടാവും ഇങ്ങനെ ഹോട്ടലുകളിലും ഇതിലെല്ലാം ഇങ്ങനെ വേറെടുത്ത് ഇങ്ങോട്ട് കുത്തിയിട്ട് ചെവി വെച്ചിരിക്കും. ഇപ്പോഴെല്ലാം ഇലക്ട്രോണിക് ആയി. അപ്പം ഇലക്ട്രോണിക് അന്ന് ഒരു 30 വർഷം മുമ്പ് തുടങ്ങി. അപ്പം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 4 ലക്ഷം തൊട്ട് 15 ലക്ഷം രൂപ വരെ. അപ്പോൾ ഇത് സാധാരണക്കാരന് ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു മാനേജർക്കൊന്നും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അത്രയും വിലയുണ്ടല്ലോ. അപ്പോൾ എന്നാന്ന് ചോദിച്ചത് ഡിസിഷൻ എടുക്കുന്നത് അവിടുത്തെ MD ആയിരിക്കും. അപ്പോൾ MDയെ കാണണം. അപ്പോൾ ഞാൻ എങ്ങനെ പോകും? ആദ്യമേ എങ്ങനെ പോകും? അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ എത്ര ലൈൻ ഉണ്ടെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻകമിങ് ലൈൻ. ചിലയിടത്ത് 10 ലൈൻ. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ 10 ലൈൻ കാണും. ഇപ്പം പടപടാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. ഒറ്റ ലൈനാണ്, ഒറ്റ ഫോണാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇൻ്റർകോം 2-3. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മൾ എങ്ങനെയാണ് റിസർച്ച് നടത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഡയറക്ടറി എടുക്കും. ഡയറക്ടറി എടുത്തിട്ട് അതിനകത്ത് ഫോൺ നമ്പേഴ്സ്, ചില കമ്പനിയുടെ പേര് 10 ഫോൺ നമ്പേഴ്സ് കാണും ഒരുമിച്ച് 1 2 3 4 എന്ന്. അപ്പോൾ അത്രയും ലൈൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇതിൽ ലിസ്റ്റ് എടുക്കും. അവിടെ പോകും. MD ആരാന്ന് മനസ്സിലാക്കും. ഒരു MDയെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ പോയി അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. ഏറ്റവും നല്ല ഫോണിൽ കൂടെ ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ആരപ്പുറത്തിരിക്കുന്ന തരത്തിലല്ലോ, ചെയർമാനാണോ ഇന്ന കമ്പനിയുടെ ആളാരാന്ന് പറയുമ്പോൾ ഐ എം കമ്മിങ് ഓവർ, ക്യാൻ യു ഗീവ് മി 2 minutes അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അങ്ങനെ ഈ ട്രിവാൻഡ്രത്ത് GIC വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹോം ലോണുകളൊക്കെ പാസ്സാക്കി കൊടുത്തിട്ടില്ലേ? അതെ അതെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ തന്നെ പാപ്പയുടെ കൂടെ തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളുകൾ, സിനിമാ താരങ്ങൾ, അവർക്കൊക്കെ ഈ ഹോം ലോണുകൾ തയ്യാറാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ജോലി എന്ന് പറയുന്നത് അവിടുന്ന് മാറി ഞാൻ GIC ഹൗസിംഗ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഒരു പബ്ലിക് സെക്ടറാണല്ലോ. അതിനകത്ത് പലരും വന്നിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോഴത്തെ നേതാക്കന്മാർ, പണ്ടുള്ള നേതാക്കന്മാർ, ഉദ്യോഗസ്ഥരൊക്കെ വരും. അപ്പോൾ അവരെ ജഡ്ജ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ ഹൗസിംഗ് ലോൺ ജഡ്ജിങ്. ആ ജഡ്ജിങ് എന്ന് പറയുന്നത് വളരെ രസമാണ്. അതും എന്നാ വെച്ചാൽ നമ്മളെ ഒന്നും ആരും പഠിപ്പിക്കാൻ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം ഐഡിയയിലൊക്കെ ഒന്ന് പോയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്നാ വെച്ചാൽ നമ്മൾ പണം കൊടുത്തതിന് ശേഷം നമ്മൾ അത് തിരിച്ച് കിട്ടാതെ വരുമ്പോഴാണ് പ്രശ്നം. പണം കൊടുക്കാൻ എളുപ്പമാണ്, ഇവിടെ കിടക്കുക എഴുതി കൊടുത്താൽ മതിയല്ലോ. പക്ഷെ തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോരുത്തരും വരുമ്പോൾ അവൻ്റെ സ്വഭാവമാണ് പഠിക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, അവന് ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എനിക്ക് ലോൺ വേണം, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ടാണ്. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കൊടുക്കില്ല, എത്ര പണക്കാരനാണ് ഞാൻ കൊടുക്കില്ല. അങ്ങനെ ഒരു നമ്മുടെ ഇതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ലോൺ കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു. ചിലവരൊക്കെ മിക്കവാറും ഉള്ളവരൊക്കെ ഹൗസിംഗ് ലോൺ വലിയ പണക്കാർ കൊടുക്കും, ഇല്ലാത്തവർ കൊടുക്കും, വേണ്ടവർ കൊടുക്കും, ഇതൊക്കെ എടുക്കും. സാധാരണ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാറുണ്ട്. പലരും രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്, സിനിമാ താരങ്ങൾ എടുത്തിട്ടുണ്ട്. പറയുന്നത് ശരിയല്ല, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളത് അത് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് വന്നെടുത്തിട്ടുണ്ട് ഹൗസിംഗ് ലോൺ. സുരേഷ് ഗോപി എനിക്കത് ഉണ്ടല്ലോ, അപ്പോൾ സ്വഭാവത്തിനൊന്നും കുഴപ്പമില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ 2 കാര്യങ്ങളെ പറ്റി കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചില സിനിമകളുടെ റെഫറൻസുകൾ വെച്ചിട്ട് പല കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയും ആ കഥാപാത്രങ്ങളുടെ നെഗറ്റീവായിട്ട് തന്നെ, അതായത് മാണി സാറിന് നെഗറ്റീവായിട്ട് തന്നെ കാണിക്കാൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചില സിനിമയിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വിമർശനം ഉണ്ടാവുകയും ഒരുപാട് പേരോട് അതിന് ശരി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണി അങ്ങനെയുള്ള ട്രോളുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രജ എന്നുള്ള സിനിമ, ആ സിനിമയിലെ ലാഹേൽ വക്കച്ചൻ, അതായത് ഒരു പാലക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും കെ മാണിയാണെന്നുള്ള രീതിയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യും. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാനേ ഉള്ള സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക്
ഒത്തിരി എതിരായിട്ടുണ്ട്. മാൻസാറിനെതിരെ, ചാച്ചനെതിരായിട്ടുണ്ട്. എനിക്ക് ദൈവം ഒരു കഴിവ് തന്നെ ഞാൻ ചോദിച്ചു, സോഷ്യൽ മീഡിയ വന്ന ഒരു സാധനം ഞാൻ ഓർത്തിരിക്കത്തില്ല, മറന്നു ഒന്ന് ഇത് നോക്കാൻ സമയമില്ല. പിന്നെ ഇത് നോക്കിയാൽ നമ്മുടെ പ്രഷർ കൂട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തിനും നമ്മളിതിനെ അവൻ പറയാനുള്ള പറയും. പിന്നെ ഞാനതാ ആദ്യമേ പറഞ്ഞത്, ഈ ക്യാരക്ടർ എത്രയോ ലീഡേഴ്സിനൊക്കെ കരുണാകരനെതിരെ അങ്ങനെയൊക്കെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ സിനിമയൊക്കെ അതിൻ്റെ ഒരു കലാപരമായിട്ടൊക്കെ അതിൻ്റെ ഗുഡ് സ്പിരിറ്റ് ഞാൻ എടുക്കാറുള്ളൂ. എത്രയോ കാർട്ടൂൺസ് എത്രയോ വരും, വരട്ടെ, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇവൻ്റെ സിനിമയ്ക്കകത്ത് വന്ന് അത് പാടില്ല. ക്യാരക്ടർ അസാസിനേഷൻ, അത് ഡയറക്റ്റ് ക്യാരക്ടർ അസാസിനേഷൻ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, നമ്മൾ ഒരാളെ ക്യാരക്ടർ അത് അറിഞ്ഞോ അറിയാതെ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റേ സിനിമയിൽ വരുന്നത് അതൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ ബോധർ ചെയ്യാൻ തുടങ്ങി നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. അത് നടക്കട്ടെ, അവന് സന്തോഷം കിട്ടട്ടെ, ഇതൊന്ന് അവൻ്റെ സന്തോഷം. പക്ഷെ ആ സന്തോഷമൊന്നും അധികം നേരം നിൽക്കത്തുമില്ല. ഈ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ ചില ആളുകൾ ചില ക്രൂര വിനോദങ്ങളൊക്കെ അന്ന് പത്രങ്ങളിലൊക്കെ ചെയ്തിരുന്നു. അല്ല, അത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് ബോധപൂർവമുള്ള ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അത് സാധാരണക്കാരെന്ന് പറയാൻ ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് മാത്രം റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത്, ഒരു പരിധിക്കപ്പുറം ഈ പറയുന്നത് ഇതിനകത്തൊരു ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഒരു ക്യാരക്ടർ അസാസിനേഷൻ കൊണ്ട് ഇവർ ചെയ്യുന്നത്. ഒരിക്കലും ശരിയല്ല, അതല്ല എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, എത്രയോ സാധനം കുടുംബത്തിനെ പറ്റി പറയും, മക്കളെ പറ്റി പറയും. അതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർത്തുന്നത്, ഇതൊക്കെ തിരിച്ച് അവിടെ തന്നെ ചെല്ലും, ആര് പറഞ്ഞാലും. അങ്ങനെ ഒരു വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ജോസ് കെ മാണി എന്നുള്ളൊരു വിഷണറി ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ ഒരു ചിന്തയുണ്ട്. സിന്തറ്റിക് ട്രാക്കുകൾ, സയൻസ് സെറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ജോസ് കെ മാണി എന്നുള്ള മനുഷ്യൻ്റെ ഒരു വിഷൻ ഉള്ളതായിട്ട് അറിയാം. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് പലപ്പോഴും മുഴുവനായിട്ട് ജോസ് കെ മാണിയിലേക്ക് എത്താറില്ല, സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് കൊണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എപ്പോഴും ന്യൂ തിങ്സ് ഹാസ് ടു ബി ഡൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾക്കൊക്കെ MP-മാർക്കും MLA-മാർക്കും ഒക്കെ MP ഫണ്ടുണ്ട്. MP ഫണ്ട്, MLA ഫണ്ടുണ്ട്. MLA ആകുമ്പോൾ അതൊക്കെ പ്രാദേശിക വികസനം വേണ്ട ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അവിടെ 2 ലക്ഷം കൊടുത്തു, ഇവിടെ 5 ലക്ഷം കൊടുത്തു, ഇവിടെ കൊടുത്തു. അതൊക്കെ പിന്നെ പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളത്, അവിടെ വേണോ ഇവിടെ വേണോ എന്നുള്ളത്, അതൊക്കെ വേണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ള പണിയുള്ളൂ. പക്ഷെ അതിനപ്പുറം നമുക്ക് ഈ സമൂഹത്തിൽ ഒന്ന് ലോങ് റേഞ്ച്, അത് യുവാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അതൊരു ഒരു ബൃഹത്തായ പദ്ധതികൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതിപ്പം ഞാൻ ജനപ്രതിനിധി 2009 ലോക്സഭ മെമ്പറായപ്പോൾ ആദ്യം തൊട്ട് ആദ്യത്തെ ഒരു 7 വർഷം അല്ലെങ്കിൽ 6 വർഷത്തോളം പ്രോജക്റ്റ് മുഴുവൻ ഇതുപോലെ ബുക്ക് എടുത്തിട്ട് പഠിക്കുകയായിരുന്നു. ആനുവൽ റിപ്പോർട്ട്, ഓരോ മിനിസ്ട്രിയുടെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കും. അത് നോക്കിയിട്ട് അതിനകത്ത് ഓരോ പദ്ധതികൾ, നമുക്ക് ഏത് പദ്ധതി ഉണ്ട് ഈ ആനുവൽ റിപ്പോർട്ടിൽ വരും. അപ്പോൾ ചിലപ്പോൾ വേറെ വേറെ പേരുകളായിരിക്കും, ആയുഷ്മാൻ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞായിരിക്കും. പക്ഷെ അതിനകത്തോട്ട് റിസർച്ച് നടത്തുമ്പോൾ എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ്, എത്രയാണ് നമുക്ക് കിട്ടുന്നത്, സ്റ്റേറ്റ് വല്ലതും മുടക്കേണ്ടതുണ്ടോ, എന്തേലും സ്ഥലം വേണം, എവിടെയൊക്കെ കൊടുത്തു, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുഴുവൻ പഠിക്കും. ചിലപ്പോൾ ഒക്കെ കോടിക്കണക്കിന് രൂപകളുടെ കേന്ദ്രത്തിൽ ആ ഓരോ മിനിസ്ട്രിയിലും ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി മുഴുവൻ ഒരു സെർച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞത്, തെരുതെരുതെരുതെരാന്നുള്ള പദ്ധതികൾ പല മേഖലകളിലായിട്ട് എനിക്ക് കൊണ്ടുവരാം. അപ്പം ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ IIIT, അത് വേണമെന്നുണ്ടെങ്കിൽ അതിലെ പോകുമ്പോൾ ഒന്ന് കാണാൻ പറ്റും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 300 കോടിയാണ്. ഇന്ന് 2000 കുട്ടികൾ അവിടെയുണ്ട്. ഇന്ന് ഇന്ത്യയുടെ നമ്പർ 1 ആയിട്ടുള്ള സ്ഥാപനമാണ്. കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം മുമ്പ് നിർമ്മലാ സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രി, സാധാരണ ഇവിടെ അങ്ങനെ ഈയിടെ അടുത്ത നാളിലൊന്നും, ഇതിനു വേണ്ടി മാത്രം നേരെ ആ കോളേജ് പാലായിൽ ഈ ഗ്രാമത്തിൽ വന്നു. മനസ്സിലായില്ല. അത് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയും സൈബർ സെക്യൂരിറ്റിയെ പറ്റി, സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് ഉണ്ട്, അതിൻ്റെ ട്രെയിനിങ് ആകെപ്പാടെ 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ത്യയിൽ നടത്തുന്നത്. അതിലൊരെണ്ണം ഇവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ പ്ലേസ്മെൻറ്റിന് 60 ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. റിസർച്ച് നടക്കുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ അടുത്ത എൻ്റെ ഒരു സ്വപ്നം, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻഫോ പാർക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം
പണ്ടൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇൻഡസ്ട്രി ഉള്ളത് അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വരും. ഇത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുണ്ടോ അങ്ങോട്ട് ഇൻഡസ്ട്രി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കൂടെ കൊണ്ടുവന്നു, സയൻസ് സിറ്റി കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഈ ഇപ്പം മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നു. നമ്മൾ ആദ്യമേ തന്നെ റീജിയണൽ ഓഫീസ്, റീജിയണൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എറണാകുളത്തുള്ള ആദ്യത്തെ സേവാ കേന്ദ്രം നമ്മൾ പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നത് കോട്ടയത്തേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. റെയിൽവേ ആയിട്ടുള്ള വികസനം കൊണ്ടുവന്നു. സെൻട്രൽ റോഡ് ഫണ്ട് ആദ്യമേ BMBC ചെയ്യുന്നത് സെൻട്രൽ റോഡ് ഫണ്ട് ഞാൻ ലോക്സഭയിൽ വന്നതിന് ശേഷം ഈ ഇതിൽ തന്നെ ഏതാണ്ട് 400 കോടി രൂപയുടെ നമുക്ക് കൊടുത്തു. ഈ പറയുന്ന മത്സ്യ മാർക്കറ്റുള്ള 1 കോടി 2 കോടി ഏറ്റുമാനൂർ, അതോടൊപ്പം തന്നെ വൈക്കത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊടുക്കാൻ കഴിഞ്ഞു. ROB റെയിൽ ഓവർ-ബ്രിഡ്ജ് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതൊരു 5 എണ്ണം നമുക്ക് ഈ പറയുന്നത്, ഒന്ന് നമ്മുടെ മൂലയിടം, കുമാരനെല്ലൂർ, കാരിത്താസ്, കുറുപ്പന്തറ, ഈ മുളന്തുരുത്തി 5ഉം ബഡ്ജറ്റിൽ ഞാൻ ഇടപെട്ട് നമുക്ക് സാങ്ഷനാക്കി കിട്ടിയത്. അതിൽ കുറുപ്പന്തറ ഒഴികെ ബാക്കി എല്ലാം നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ കേന്ദ്ര വിദ്യാലയം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ, ഇപ്പം ഇവിടെ ഇതൊക്കെയാണ് മുഴുവൻ. അതിനകത്ത് ഇപ്പോൾ അടുത്ത ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എക്സ്റേ CT പ്ലസ് സ്റ്റിമുലേറ്റർ ക്യാൻസർ എന്നുള്ള ഒരു 10-15 കോടി രൂപ വരും. കേന്ദ്രമായി ബന്ധപ്പെട്ട് ഇപ്പം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമം നടക്കുക. അപ്പം നിരവധി പ്രോജക്റ്റുകൾ 1 MB 1 ഐഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. പ്രാദേശിക വികസന ഫണ്ടിൽ അത് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്തു. അതിൻ്റെ വലിയ പരിപാടികൾ ചെയ്തു. അങ്ങനെ നിരന്തരമായ പദ്ധതികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എന്നാ ചോദിച്ചാൽ, ഒന്ന് ന്യൂ ജനറേഷൻ കാണും, ആൾക്കാർക്കുള്ളത് ഉണ്ടാവും. ചിലത് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട അറിയും, ചിലത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഉണ്ടാകും. പൈക്ക പദ്ധതിപ്പെടുത്തി ഒരു 40ഓളം പഞ്ചായത്തുകളിൽ അവിടുത്തെ ഗ്രൗണ്ട് റെഡിയാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി സടക്ക് യോജന അത് എല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അങ്ങനെ നിരവധി. അതൊന്നും ഇവിടുന്ന് കുട്ടികളെ നമ്മൾ മദ്രാസിലേക്ക് വിടുന്നു. ഏറ്റവും 2 ഗ്രാമപഞ്ചായത്തിൽ നിന്ന്, എന്നിട്ട് അവിടുത്തെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ 3 ദിവസം ഒരാഴ്ച താമസിപ്പിച്ച് അവിടെ മുഴുവൻ ഒരാഴ്ച IIT-യിലാണ് അവിടുത്തെ നടക്കുന്നത്. പ്ലാനറ്റോറിയം ഉൾപ്പെടെ അത് കണ്ടു കഴിഞ്ഞിട്ട് അവരുമായിട്ടൊരു സംവാദം നടത്തുമ്പോൾ പോകുന്നതിന് മുമ്പുള്ള ഒരു വിഷനല്ല വന്നു കഴിയുമ്പോൾ. നേരത്തെ അവർ പറയും എനിക്ക് എഞ്ചിനീയറും ഡോക്ടർ ആകണമെന്നായിരുന്നു. പക്ഷെ തിരിച്ചു വന്നു കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് അവരുടെ വിഷൻ മാറും. അങ്ങനെ നിരന്തരമായ പദ്ധതികളാണ്, ഒന്നും നിറം തൊടാത്തുള്ള പദ്ധതികളാണ് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അതൊരു ത്രില്ലാണ് എനിക്കത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ക്രെഡിറ്റിന് വന്നെന്ന് വരികയല്ല. ടൂറിസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പദ്ധതികളുണ്ട്. ഇപ്പോൾ കോട്ടയത്തുള്ള ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടി സാറ് തന്നെ പറഞ്ഞു, പല പ്രാവശ്യം അത് ഉദ്ഘാടനം ചെയ്ത് നടക്കാതെ പോയി. അത് 5 പ്രാവശ്യം അത് മുഖ്യമന്ത്രി അദ്ദേഹം. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ആയിട്ടുണ്ട്. എൻ്റെ കാലത്തല്ല, അതിന് മുമ്പ്. അപ്പോൾ എന്നെ ചോദിച്ചു ജോസഫ് നടക്കുമോ? ഞാൻ പല പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത് നടക്കാതെ പോയത്. 6 കോടി രൂപ അത് കേന്ദ്രത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് സാങ്ഷനാക്കി ചെയ്യിപ്പിച്ചു. നിരന്തരം ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് അന്ന് അത് ചർച്ച ചെയ്തതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അത് വീണ്ടും ഒത്തിരി തകർന്നു പോയി. വീണ്ടും അത് നമുക്ക് AICTE കൂടി കൊണ്ട് ചെയ്യാം. ഈ അച്ഛൻ മകൻ ഒക്കെ ഇങ്ങനത്തെ വിവാദങ്ങളിലോ അല്ലെങ്കിൽ പരാമർശങ്ങളിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നോ? ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു ജോസ് കെ മാണി സംസാരങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ടോ? ഓരോ സംസാരമുണ്ട്. അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഈ വീട്ടിലില്ല. ഫ്രിക്ഷൻ അല്ല ഞാൻ പറയുന്നത്, ഇതിനൊരു ഹെൽത്തി ആയിട്ടൊരു ചർച്ച ഉണ്ടോ? എന്താ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ? ഒന്നാമത് അങ്ങനെ ചർച്ച ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒരു നാട്ടിലുള്ള ഏത് തോന്നിവാസം പറയുന്നതെല്ലാം ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നും സമയമില്ല എന്നുള്ളതാണ് സത്യം. അതിനേക്കാളും ജനങ്ങളുടെ ആവശ്യം ജനങ്ങളുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ മുന്നേറി പോകുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകാറില്ല. ഫുട്ബോൾ വളരെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണെന്ന് കേട്ടിട്ടുണ്ട്. ഫുട്ബോൾ നല്ലപോലെ കളിക്കും. ഞാനതാ പറഞ്ഞ മഴയത്തും കളിക്കും. ഒത്തിരി നാളായി ഞാൻ ഫുട്ബോൾ കളിക്കും, ഹോക്കി കളിക്കും, ക്രിക്കറ്റ് കളിക്കും. മെസ്സിയാണോ ഇഷ്ടപ്പെട്ട പ്ലെയർ? മെസ്സിയാണ് ഇപ്പോൾ എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ മെസ്സി 10 നമ്പർ അല്ലേ, 10 അല്ലേ? ലയണൽ മെസ്സി 10. അർജന്റീന ഫാനാണ്. അർജന്റീന ഫാനാണ്. പക്ഷെ ഓരോ സമയത്തും വരുന്ന കളിയുടെ ഇതുപോലെ ഇരിക്കും. അർജന്റീന, ബ്രസീൽ ഇങ്ങനെയൊക്കെ നിൽക്കും. മഞ്ഞയും അർജന്റീന നീലയും ഒക്കെ ഞങ്ങൾ നോക്കി പോകും.
ഞാൻ നീലയുടെ ഒരു ഫാനാണ്. ഷർട്ടൊക്കെ നീല